അമ്മ മനസ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ പുതുതായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മഹേന്ദ്രൻ സാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ജാനകി വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സിദ്ധാർത്ഥിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ജാനകി, ഞാൻ ഇപ്പോൾ കമ്മീഷണറോട് വിളിച്ചു വെച്ചിട്ടുള്ളൂ. സിദ്ധു എവിടെ ഉണ്ടെന്ന് അവൻ്റെ ടെലിഫോൺ വെച്ച് ട്രേസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയാണ്, ഇനി അഥവാ സിദ്ധാർത്ഥിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ മറ്റോ ചെയ്തോ? ഏയ്, സിദ്ധാർത്ഥിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം അവന് ശത്രുവായിട്ട് ആരുമില്ല. വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുമോ എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ജാനകി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, ഏട്ടാ അവനെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നു. പേടിക്കല്ലേ ജാനകി, അവനൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. പോലീസ് എങ്ങനെയെങ്കിലും അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് മേഘയും മേഘയുടെ മുത്തശ്ശിയും വരികയാണ്. മുത്തശ്ശി ചോദിക്കുകയാണ്, മഹേന്ദ്ര സിദ്ധാർത്ഥ് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ? അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ഇല്ല, ഒരു വിവരവും ഇല്ല. അപ്പോൾ അവൻ എവിടെ പോയിട്ടുണ്ടാവും? ഇനി അഥവാ അവന് വല്ല ആക്സിഡൻറ്റോ മറ്റോ ആയിട്ടുണ്ടാവുമോ? അത് കേട്ടതും ജാനകിൻ്റെ ഹൃദയം പിടക്കുകയാണ്. ഒപ്പം ദേഷ്യവും കൂടി വരികയാണ്. എന്നിട്ട് ജാനകി മുത്തശ്ശിയോട് ചോദിക്കുകയാണ് ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നേ? അവനൊന്നും സംഭവിക്കാൻ പാടില്ല, ഞാൻ എൻ്റെ ജീവനും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, പോലീസ് എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടും. ജാനകി നീ കുറച്ച് പേടിക്കാതിരിക്കേ. അപ്പോൾ അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ് ലക്ഷ്മി അമ്മ. ഏട്ടാ ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അവരെ ആ വരുത്തം കണ്ടിട്ട് തന്നെ ഒരു പന്തികേട് തോന്നിയ മഹേന്ദ്രൻ പറയാണ്, എന്താണ് ലക്ഷ്മി, നീ എന്താ കരഞ്ഞുകൊണ്ട് വരുന്നേ? അപ്പോൾ അവർ പറയാണ്, ചന്ദ്രികയും മലരനെയും കാണുന്നില്ല. അപ്പോൾ അവിടെയുള്ള എല്ലാവരും നെട്ടിത്തെരിച്ചിരിക്കുകയാണ്. എന്ത്, ചന്ദ്രികയും മലരനെയും കാണുന്നില്ലെന്നോ? എന്താ ലക്ഷ്മി നീ പറയുന്നേ? അതെ ഏട്ടാ, ഉച്ച തൊട്ടേ വീട് പൂട്ടിയിട്ടാണ് ഉള്ളത്. ചന്ദ്രികയുടെ ഫോണും സ്വിച്ച് ഓഫാണ്. ചന്ദ്രിക എന്നോട് പറയാതെ എങ്ങോട്ടും പോവാറില്ല. ഇനി അഥവാ പോവുകയാണെങ്കിൽ മലരനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോവാറ്. ഇതുവരേക്കും അവൾ പറയാതെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. അപ്പോൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയ മഹേന്ദ്രൻ പറയാണ്, എന്താ ലക്ഷ്മി ഇത്, ചന്ദ്രികയും മലരും എവിടെ പോയതായിരിക്കും? അപ്പോൾ ജാനകി മനസ്സിൽ ആലോചിക്കുകയാണ്, ചന്ദ്രികയും മലരനെയും കാണുന്നില്ല. സിദ്ധാർത്ഥിനെ കാണാതായ അന്ന് തന്നെ ചന്ദ്രികയും മലരനെയും കാണുന്നില്ല. ആദ്യം തൊട്ടേ സിദ്ധാർത്ഥ് ചന്ദ്രികയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ കാണാതാകുക എന്ന് പറഞ്ഞാൽ ഇനി അഥവാ അവർ രണ്ടുപേരും വീട് വിട്ടുപോയി കല്യാണം കഴിക്കാനൊക്കെ പോയതായിരിക്കുമോ? അപ്പോൾ മുത്തശ്ശി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ മേഘയോട് പറയാണ്, മേഘ ഇനി അഥവാ സിദ്ധാർത്ഥും ചന്ദ്രികയും ഈ നാട് വിട്ട് തന്നെ ഒന്നിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ? അപ്പോൾ മേഘ കുറച്ചൊരു ഈർഷ്യയോടെ പറയാണ്, മുത്തശ്ശി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സിദ്ധാർത്ഥന് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി വീണ്ടും പതുക്കെ പറയാണ്, ഈ ഒരു വിഷയത്തിൽ എല്ലാ ആണുങ്ങൾക്കും ധൈര്യം അങ്ങോട്ട് വരാറാണ്. എന്നിട്ട് മുത്തശ്ശി മഹേന്ദ്രനോട് പറയാണ്, മഹേന്ദ്ര സിദ്ധാർത്ഥന് ആരോ തട്ടിക്കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ചന്ദ്രികക്കും മലറിനും എന്തായിട്ടുണ്ടാവും? രണ്ടുപേരും ഒരേ സമയത്ത് കാണാതെ പോയത്, ഇതിലെന്തോ നിഗൂഢതയുണ്ട് അല്ലേ? അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, ചന്ദ്രികയും മലറിനെയും കാണാതായത് പോലീസിൽ അറിയിക്കാട്ടാ. ശരി ശരി എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഫോൺ എടുക്കുകയാണ്. അയാളാകെ വെപ്രാളത്തിലാണ്. പോലീസിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എല്ലാം കേട്ട് കഴിഞ്ഞതും കമ്മീഷണർ പറയും, ശരി, രണ്ടുപേരുടെയും ഫോട്ടോ ഒന്ന് അയച്ചു തരണം, ഞാൻ എന്താ ഏതാ എന്ന് നോക്കാം. അപ്പോൾ മഹേന്ദ്ര സാറ്, ഓക്കെ ഞാൻ ഇപ്പോഴേ അയച്ചു തരാം. എന്നിട്ട് പോലീസിനോട് താങ്ക് യു സാർ, താങ്ക് യു. എന്നിട്ട് അയാൾ എളുപ്പം ഫോണിൽ നിന്ന് ഫോട്ടോ പോലീസിന് അയച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മി ആണെങ്കിൽ അവിടെ കിടന്ന് കരയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, കരയല്ലേ ലക്ഷ്മി, കരയല്ലേ, ചന്ദ്രികക്കും മലരിനും ഒന്നും ആവില്ല, ദൈവം അവരെ എങ്ങനെയെങ്കിലും നമ്മളെ അടുത്ത് കൊണ്ടുവന്ന് തരും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മുത്തശ്ശി മേഘയോട് പറയാണ്, കണ്ടോ മേഘ, ചന്ദ്രികയും മലരിനെയും കാണാതായപ്പോൾ ലക്ഷ്മി നോക്കൂ, പൊട്ടി പൊട്ടി കരയാണ്. വേലക്കാരനെ കാണാതെ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ കരയുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ മേഘ മനസ്സിൽ വിചാരിക്കുകയാണ്, സിദ്ധാർത്ഥിനെയും കാണുന്നില്ല, ചന്ദ്രികയെയും കാണുന്നില്ല, രണ്ടുപേരും ഒരേ ദിവസം തന്നെ കാണാതായി എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് റോങ്. ഇനി അഥവാ മുത്തശ്ശി പറഞ്ഞ പോലെ കല്യാണം കഴിക്കാനായി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ? അയ്യോ, അതുമാത്രം നടക്കാൻ ഞാൻ മതിയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒമിനിയിൽ മനോഹർ ഗോഡൗണിലേക്ക് അങ്ങോട്ട് വരികയാണ്. ഗോഡൗണിനുള്ളിൽ മഹേഷ് ഇരുന്ന് എന്തോ ആലോചിക്കുകയാണ്. അവൻ്റെ അടുത്ത് മനോഹർ എത്തിയതും മനോഹർ പറയാണ്, മഹേഷ് നീ വിട്ടോ, വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മഹേഷ് ഓക്കെ പറഞ്ഞു അവിടുന്ന് എണീക്കുകയാണ്. ചന്ദ്രികയും മലരിനെയും ആദ്യം വണ്ടിയിൽ കയറ്റട്ടെ, അതിനുശേഷം സിദ്ധാർത്ഥിൻ്റെ കഥ കഴിക്കാം.
അപ്പോൾ മനോഹർ പറയാണ്, ചന്ദ്രികയും മലരും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നീ നോക്കിക്കോ. അവർ രണ്ടുപേരും ശബ്ദം ഉണ്ടാക്കി ആളുകളെ കൂട്ടും. അവരെ ഞാൻ നോക്കിക്കോളാം. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞ് മഹേഷ് അവിടുന്ന് പോവുകയാണ്. ചന്ദ്രികയുടെ മുറിയുടെ വാതിൽ തുറന്ന് അവൻ അകത്തേക്ക് നോക്കും. ചന്ദ്രികയാണെങ്കിൽ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ട് ഓടി വന്ന് അവൻ്റെ അടുത്ത് വരികയാണ്. എൻ്റെ മോൾ എവിടെടാ? നീ എൻ്റെ മോളെ എവിടെ വെച്ചത്? എൻ്റെ മോളെടുത്താക്ക്. നീ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തല്ലോ, പിന്നെന്തിനാ എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നേ? എനിക്ക് എൻ്റെ മോളെ കാണണം, എനിക്കിപ്പോൾ കാണിച്ചു കൊണ്ടാ. അപ്പോൾ മഹേഷ് അവളെ കൈ പിടിച്ച് ഒന്ന് കുടഞ്ഞിട്ട് പറയാണ്, മലറിനൊരു കുഴപ്പമില്ല, അവൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്, നീ അവളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വാന് വന്നിട്ടുണ്ട്, ശബ്ദം ഉണ്ടാക്കാതെ നീ പോയി അതിലിരിക്കുക. അഥവാ നീ ശബ്ദം ഉണ്ടാക്കിയ പിന്നെ അതിനുശേഷം നീ മലറിനെ ജീവനോടെ കാണില്ല. മലർ ജീവനോടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീലങ്കയിൽ എത്തുന്നത് വരേക്കും നീ മിണ്ടാനേ പാടില്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, നീയൊക്കെ ഒരു മനുഷ്യനാടാ? എൻ്റെ മോളെ എന്നിൽ നിന്ന് മാറ്റിവെച്ച് നീ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നോ? നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മകളുടെ ജീവൻ പണയം വെച്ച് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കണോ? നീ എങ്ങനെ മൃഗത്തിനെ പോലെ മാറിയത്? നീ ചെയ്യുന്നതൊക്കെ ദൈവം കാണുന്നുണ്ടെന്ന് ഓർത്തോ. ഉറപ്പാണ് നിന്നെ ദൈവം വെറുതെ വിടില്ല. അപ്പോൾ മഹേഷ് പുച്ഛത്തോടെ പറയാണ്, ദൈവമല്ലേ, ദൈവത്തിനോട് ഞാൻ പറഞ്ഞോളാം, നീ പോയി വണ്ടിയിൽ കയറി. അപ്പോൾ അവൾ കയറാതെ കുറച്ചുകൂടെ അവിടെ ശങ്കിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയാണ്, നോക്ക്, നിന്നോടാണ് പറഞ്ഞത്, പോയി കയറിക്കോ. അപ്പോൾ അവൾ കുറച്ച് നേരം ആലോചിച്ചുകൊണ്ട് പറയും, എനിക്കൊന്ന് ബാത്റൂം പോകണമെന്ന് പറയും. അപ്പോൾ മഹേഷ്, ശരി, നോക്ക്, ആ സൈഡിലുണ്ട്, വേഗം പോയിട്ട് വാ. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാനും വേണ്ടി നടക്കുമ്പോൾ കുറച്ചാണ്ട് എത്തിയപ്പോൾ മഹേഷ് ബാക്കിൽ നിന്ന് വിളിക്കുകയാണ്, നോക്ക്, നീയേറ്റ് രക്ഷപ്പെടാൻ ശ്രമിച്ച നീ മലറിനെ മാത്രമല്ല സിദ്ധാർത്ഥിനെയും പിന്നെ നീ ജീവനോടെ കാണില്ല, അത് മറക്കണ്ട, പോയി വാ. അവളാണ്ട് പോകുമ്പോൾ മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വരികയാണ്. അപ്പോൾ മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെന്തിനാണ് എനിക്ക് ഫോൺ ചെയ്യുന്നത്? അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദത്തിൽ പറയാണ്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. അപ്പോൾ മഹേഷ് പറയാണ്, നീ എന്ന് എനിക്കെതിരെ സാക്ഷി പറഞ്ഞ് എനിക്കും ചന്ദ്രികയ്ക്കും ഡിവോഴ്സ് വാങ്ങി തന്നോ അന്ന് തൊട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു. ഇനി മുതൽ നിൻ്റെ കൂടെ ഞാൻ ജീവിക്കില്ല, മര്യാദയ്ക്ക് എന്നിൽ നിന്ന് പോ. ഇനി ഒരിക്കൽ കൂടി എനിക്ക് ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്താ പിന്നെ നീ മര്യാദയ്ക്ക് ജീവിക്കില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കോ, ഫോൺ വെക്ക്. പക്ഷെ അപ്പുറത്തുനിന്ന് ഒരു മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. അവൻ അതൊന്നും കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത്, അതിനു മുമ്പ് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഏതോ ഒരു റൂമിൻ്റെ വാതിൽ തുറക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിലിങ്ങനെ പറയാണ്, മലറിനെ ഏത് റൂമിലാണ് ആക്കിയതെന്ന് അറിയില്ലല്ലോ. അവൾ ചുറ്റുപാടും നോക്കുകയാണ്, മലർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാന്ന്. കൺമുൻപിൽ കാണുന്ന എല്ലാ റൂമും അവൾ തപ്പും. അങ്ങനെ ഒരു റൂം തുറന്നപ്പോൾ അവൾ ഞെട്ടാണ്, അപ്പുറത്ത് സിദ്ധാർത്ഥ് ഉണ്ട് കിടക്കുന്നത്. അവൾ ഓടി സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് വരും. കുറച്ചു നേരം അബോധാവസ്ഥയിൽ കിടക്കുന്ന സിദ്ധാർത്ഥിനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് അവൾ സ്വയം പറയാണ്, സിദ്ധു സാറിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്, ആള് ബോധം തന്നെ ഇല്ലാതെ മയങ്ങിയേക്കാണ്. അവൾ കരഞ്ഞുകൊണ്ട്, സിദ്ധു സാർ കണ്ണ് തുറക്ക് സാർ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. സാർ എന്നെ ഒന്ന് നോക്ക് സാർ, കണ്ണ് തുറക്ക് സാർ. അവൾ അവിടെ ഇരുന്ന് കുറേ കുലുക്കി വിളിക്കും, എന്നിട്ടൊന്നും അവനെ എണീക്കുന്നില്ല. എന്നിട്ട് അവൾ പറയാണ്, ദൈവമേ, ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്ത്. പെട്ടെന്ന് അവൾ സിദ്ധുവിൻ്റെ കൈ കെട്ടയക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതുവരേക്കും ചന്ദ്രിക വരാത്തതുകൊണ്ട് അവളെ കാണാതായ മഹേഷ് ചന്ദ്രിക എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇവിടെ അവൻ്റെ കെട്ടയക്കുന്ന തിരക്കിലാണ് ചന്ദ്രിക. അവളാകെ ഭയപ്പെടും, അവൻ കണ്ടുകൊണ്ടിട്ട് വരുമോ എന്നുള്ളത്. അവൾ നേരെ കെട്ടയക്കാതെ നേരെ വാതിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാതിലിൻ്റെ സൈഡിൽ പതുങ്ങി നിൽക്കും. അപ്പോഴേക്കും ആ റൂമിൻ്റെ മുമ്പിലേക്ക് മഹേഷ് എത്തിയിട്ടുണ്ട്. അവൻ റൂം ഫുള്ള് നോക്കും, ചന്ദ്രിക ഇങ്ങോട്ടേ വന്നോ എന്ന്. എന്നാൽ ചന്ദ്രിക ആ റൂമിൽ തന്നെ വാതിലിൻ്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. മഹേഷ് സിദ്ധുവിനെ നോക്കും, അവനൊരു കുഴപ്പമില്ല, അതേപോലെ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ചന്ദ്രിക വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ വാതിൽ പൂട്ടി പോവുകയാണ്. അയാൾ പോയതും ചന്ദ്രിക ശബ്ദം ഉണ്ടാക്കാതെ വീണ്ടും സിദ്ധുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. കരഞ്ഞുകൊണ്ട് സിദ്ധു സാർ എന്ന് പതുക്കെ വിളിക്കും. എത്ര ആയിട്ടും അവൻ എണീക്കില്ല. അപ്പോൾ അവൾ പറയാണ്, എന്നോട് ക്ഷമിക്കൂ സാർ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളെ മഹേഷ് ഒന്നും ചെയ്യരുത് എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിനു ശേഷം നിങ്ങളെ ഞാൻ ഇനി കാണുമോ എന്ന് പോലും അറിയില്ല. എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം അതുമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവൾ വീണ്ടും സാർ എന്ന് കുറേ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ തന്നെ കയ്യിലുള്ള മോതിരം അവൾ കാണുകയാണ്. അത് അവൾ ഊരും. എന്നിട്ട് അവൾ പറയാണ്, ഈ മോതിരം ഞാൻ നിങ്ങളുടെ വിരലിലിടാൻ പോവുകയാണ്. നിങ്ങൾ എണീക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, എന്നാൽ എൻ്റെ സ്നേഹം നിങ്ങളുടെ വിരലിൽ ഒരു മോതിരമായിട്ടുണ്ടാവും. എന്നിട്ട് അവൾ ആ മോതിരം അവൻ്റെ കയ്യിൽ അണിയും.
അപ്പോഴേക്കും പുറത്ത് മഹേഷ് ചന്ദ്രിക ചന്ദ്രിക എന്ന് വിളിച്ച് തിരയാണ്. അത് കേട്ടതും വീണ്ടും ചന്ദ്രിക പേടിക്കും. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ പറയണം, അയ്യോ അവൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്, അവൻ പറഞ്ഞത് കേൾക്കാതെ ഞാൻ രക്ഷപ്പെട്ടു എന്നിട്ട് വിചാരിച്ച് മലറിന് എന്തെങ്കിലും ചെയ്യോ. എന്നിട്ട് സിദ്ധുവിനോടായി പറയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കൊരു വഴിയും കാണുന്നില്ല സാർ. എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്കും മലറിനും ഒന്നും സംഭവിക്കാഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മഹേഷിൻ്റെ കൂടെ പോവാ എന്ന് സമ്മതിച്ചത്. ഞാൻ മഹേഷിൻ്റെ കൂടെ പോയാൽ നിങ്ങളെ വെറുതെ വിട്ടോളാം എന്ന് മഹേഷ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വേഗം അവിടുന്ന് എണീക്കും. എന്നിട്ട് വാതിലിൻ്റെ അടുത്തെത്തിയതും വീണ്ടും സിദ്ധുവിനെ ഒന്ന് നോക്കിയിട്ട് അവൾ വാതിൽ പൂട്ടി പോവാണ്. അവൾക്ക് സിദ്ധുവിൻ്റെ കെട്ടയക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് എത്തിപ്പെട്ടിരുന്നു. ചന്ദ്രിക ചന്ദ്രിക എന്ന് വിളിച്ച് വരുന്ന മഹേഷിൻ്റെ മുന്നിലേക്ക് ചന്ദ്രിക എത്തിപ്പെടുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കും, നീ എവിടെ പോയിരുന്നു? അപ്പോൾ അവൾ പറയും, ഞാൻ ബാത്റൂമിലുണ്ടായിരുന്നു. ശരി വാ വണ്ടി കയറ്. അവൾ വീണ്ടും, എനിക്കെൻ്റെ മോളെ കാണണം. അപ്പോൾ മഹേഷ് ഒന്ന് ചിന്തിച്ചിട്ട്, ശരി വാ ഇവിടെ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞ് അവൻ മുന്നിൽ നടക്കും. അവൾ പിന്നാലെ പോകാനൊന്ന് ശങ്കിക്കും. അപ്പോൾ അവന് വാ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. അപ്പോൾ അപ്പുറത്തെ റൂമിൽ മലര് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ അവളുടെ റൂമിൻ്റെ ഡോറ് തുറന്ന് ചന്ദ്രിക അങ്ങോട്ട് വരികയാണ്. അത് കണ്ടതും മലര് സന്തോഷത്തോടെ അമ്മേ എന്ന് വിളിച്ച് ഓടി വരും. രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അവളുടെ സ്നേഹപ്രകടനമൊന്നും മഹേഷിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയും, വാ രണ്ടുപേരും വണ്ടിയിലേറ്, കൊഞ്ചലൊക്കെ അവിടെ ചെന്നിട്ട് മതി, ഇപ്പം രണ്ടുപേരും വണ്ടി കയറ്, വാ വന്ന് വണ്ടി കയറ് എന്ന് പറഞ്ഞ് അയാൾ ചൂടാകുകയാണ്. ചന്ദ്രിക മലരിനെയും കൂട്ടി വാ എന്ന് പറഞ്ഞ് അയാളുടെ പിന്നാലെ പോവുകയാണ്. മഹേഷ് രണ്ടുപേരുടെ രണ്ട് കൈയിലും പിടിച്ച് വാനിൽ കയറ്റും. അപ്പോഴും മലര് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വണ്ടിയിൽ കയറിയതിന് ശേഷം മഹേഷ് ചന്ദ്രികയോട് പറയാണ്, നോക്ക്, നീ ഇവിടുന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒന്ന് ഓർത്തോ, സിദ്ധാർത്ഥ് ഇപ്പോഴും ഉള്ളിലാണുള്ളത്, അവനെ ഞാൻ കൊല്ലും, അതാലോചിച്ചോ, മറക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ ഡോർ അടക്കുകയാണ് വണ്ടിൻ്റെ. എന്നിട്ട് മഹേഷ് വീണ്ടും ആ ഗോഡൗണിനുള്ളിലേക്ക് പോവും. പിന്നെ കാണിക്കുന്നത് ലക്ഷ്മി അമ്മ റൂമിലിരുന്ന് കരയാണ്. അങ്ങോട്ടേക്ക് മഹേന്ദ്രൻ വരുന്നുണ്ട്. ലക്ഷ്മി, ഇതാ ജ്യൂസ്, ഇത് കുറച്ച് കുടിക്ക്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയും, വേണ്ട, ഞാൻ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്, എൻ്റെ മോളെ എവിടെ ഏട്ടാ, അവൾ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരിക, പറ. ചന്ദ്രികയും മലരും എവിടെ ഉണ്ടെന്നുള്ളത് പോലീസ് എന്തെങ്കിലും വിവരം പറഞ്ഞോ? അപ്പോൾ മഹേന്ദ്രൻ പറയണേ, ഞാൻ ഇപ്പോൾ കമ്മീഷണറോട് സംസാരിച്ചിട്ടുള്ളൂ, അവർ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ്, സിദ്ധാർത്ഥ്, ചന്ദ്രിക, മലര് ഇവർ 3 പേരെയും ഒരേ സമയത്ത് കാണാതെ പോയതിൽ എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതേ സംശയം മഹേന്ദ്രനും ഉണ്ട്. മഹേന്ദ്രൻ ചോദിക്കും, നിനക്ക് ആരെയാ സംശയം? വേറെ ആര്, അതാ മഹേഷനാവും, അവൻ ഇവരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ചന്ദ്രികയും മലരിനെയും കടത്തുന്നതിന് കാരണമുണ്ട്, എന്നാൽ സിദ്ധുവിനെ എന്തിനു തട്ടിക്കൊണ്ട് പോകണം? അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, സിദ്ധു നിങ്ങളും കൂടിയിട്ടല്ലേ മഹേഷിനും ചന്ദ്രികയ്ക്കും ഡൈവേഴ്സ് വാങ്ങിക്കൊടുത്തേ, ആ ഒരു ദേഷ്യം ഉണ്ടാവില്ലേ? അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് മഹേന്ദ്രൻ പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, മഹേഷ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളാണ്, അവനെ ഈ വീട്ടിൽ കയറ്റിയതേ തെറ്റാണ്, ഇപ്പം നടക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും പിന്നിൽ അവൻ തന്നെ ആവും. അതെ ഏട്ടാ, മഹേഷ് ഈ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നതിന് മുമ്പ് ചന്ദ്രികയും മലരും സന്തോഷമായിട്ട് ജീവിച്ചിരുന്നു. എന്ന് തൊട്ട് അവൻ ഈ വീട്ടിലേക്ക് വന്നോ അന്ന് തൊട്ട് അവർ രണ്ടുപേർക്കും കഷ്ടപ്പാടാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് വീണ്ടും ലക്ഷ്മിയമ്മ പറയാണ്, ചന്ദ്രികയ്ക്കും മലറിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും അയാളെ ഇടപെട്ടുകൊണ്ട് പറയും, അവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, ദൈവം നമ്മളെ കൈവിടൂല. ഇത്ര വർഷം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രികയും മലരിനെയും നമുക്ക് തന്ന ദൈവം അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പിരിക്കില്ല. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് കുറച്ച് ഇങ്ങനെയാണ്. സിദ്ധുവിൻ്റെ റൂമിൽ മഹേഷും ആ കൊലയാളിയും മനോഹരും ഉണ്ട്. അവരാ ഗ്യാസ് കുറ്റി ഫുള്ള് തുറന്നിടുകയാണ്. പിന്നെ കാണിക്കുന്നത് കമ്മീഷണർ മഹേന്ദ്രന് ഫോൺ ചെയ്യാണ്. എന്നിട്ട് അയാൾ പറയും, സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോണ് അവസാനം ഒരു ലൊക്കേഷനിൽ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്, സോ ആ ഏരിയയിൽ എവിടെയെങ്കിലും അവരാരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും എന്ന് സംശയിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയും മലരിനെയും കൂട്ടി മഹേഷ് വാനിൽ സ്പീഡിൽ പോവാണ്. പിന്നീട് കാണിക്കുന്നത് സിദ്ധുവിൻ്റെ റൂം നിറയെ ഗ്യാസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, സിദ്ധു മാത്രം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ്.
നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരേക്കും ടാറ്റ ബൈ ബൈ.